നമ്മൾ ഇന്ന് സ്പെസിഫിക് ആയിട്ട് നോക്കുന്നത് നീര് എസ്പെഷ്യലി അത് തൈറോയിഡിൻ്റെ ഇഷ്യൂ കൊണ്ടാണ് വന്നേക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം. അസോസിയേറ്റഡ് ആയിട്ട് നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരാൻ ചാൻസ് ഉണ്ട്. ഒറ്റ ദിവസം കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന നീരല്ല തൈറോയിഡിന്, ബട്ട് ഓവർ പീരീഡ് ഓഫ് ടൈം നമുക്കറിയാം ഹൈപ്പർ തൈറോയിഡിസം ഉണ്ട്, ഹൈപ്പോ തൈറോയിഡിസം ഉണ്ട്. ചില GAGs അതായത് ഗ്ലൈക്കോസാമിനോഗ്ലൈക്കോൺസ് എന്ന് പറയുന്നൊരു സാധനം കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഡെപ്പോസിറ്റ് ആകുന്നുണ്ട്. ഹൈപ്പോ തൈറോയിഡിസം കേസുകളിൽ പൊതുവേ നമ്മുടെ മൂവ്മെൻറ്റ് സ്ലോ ആകുന്നു, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പയ്യെയാണ് ചെയ്യുന്നത്. തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റുകളാണ് ബേസിക്കലി നോക്കുന്നത്. TSH നോക്കും, T3 നോക്കും, T4 നോക്കും. പല സിസ്റ്റം ഓഫ് മെഡിസിനിൽ തൈറോയിഡിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഞാനൊരു ഹോമിയോപ്പതി ഡോക്ടറാണ്, അതുകൊണ്ട് തന്നെ ഹോമിയോപ്പതിയിൽ വളരെ നല്ല സ്കോപ്പുണ്ട് എന്നെനിക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും. ഏവർക്കും നമസ്കാരം, ഞാൻ ഡോക്ടർ ആനന്ദ്. നമ്മൾ കുറച്ച് നാളായിട്ട് എഡിമയെക്കുറിച്ച് വീഡിയോ ചെയ്യണം അല്ലേ, എസ്പെഷ്യലി കാലിൽ വരുന്ന എഡിമ, കാലിൽ വരുന്ന നീര്, അതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. എസ്പെഷ്യലി ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന തൈറോയിഡ് ഇഷ്യൂസ് കൊണ്ട് നമുക്ക് ശരീരത്തിൽ നീര് വരുമ്പോൾ, അത് കാലിൽ നീര് വരികയാണെങ്കിൽ, അതുകൊണ്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്തൊക്കെ സിംറ്റംസ് ആയിരിക്കും ഇത് കൂടാതെ എക്സ്പ്രസ് ആവുന്നത്, അതുപോലെ തന്നെ ഈ നീരിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നീര് കാലിൽ വരുന്നതിന് പല കാര്യങ്ങളുള്ളതായിട്ട് നമ്മൾ നേരത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ബേസിക്കായിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ സെപ്പറേറ്റ് സമയം എടുക്കുന്നില്ല. നമ്മൾ ഇന്ന് സ്പെസിഫിക് ആയിട്ട് നോക്കുന്നത് നീര് എസ്പെഷ്യലി അത് തൈറോയിഡിൻ്റെ ഇഷ്യൂ കൊണ്ടാണ് വന്നേക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം. അസോസിയേറ്റഡ് ആയിട്ട് നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമേ തന്നെ പറയട്ടെ, തൈറോയിഡിൻ്റെ ഒരു ഇഷ്യൂ കൊണ്ടാണ് നീര് വരുന്നതെന്നുണ്ടെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പല പ്രശ്നങ്ങളും നമുക്ക് കാണും. ഒറ്റ ദിവസം കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന നീരല്ല തൈറോയിഡിന്, ബട്ട് ഓവർ പീരീഡ് ഓഫ് ടൈം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഡെപ്പോസിഷൻ കാരണം ഉണ്ടാകുന്ന നീരാണ് മിക്സഡിമ എന്ന് പറയുന്ന തൈറോയിഡിൻ്റെ ഈ ഒരു നീരിൻ്റെ പ്രശ്നം. തൈറോയിഡിൽ നമുക്കറിയാം ഹൈപ്പർ തൈറോയിഡിസം ഉണ്ട്, ഹൈപ്പോ തൈറോയിഡിസം ഉണ്ട്, പിന്നെ ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്ന തൈറോയിഡിൻ്റെ ഇൻഫ്ലമേഷനുണ്ട്. അപ്പോൾ യൂഷ്വലി ഹൈപ്പോ തൈറോയിഡിസം കേസുകളിലാണ് ഇതുപോലത്തെ നീര് ശരീരത്തിൻ്റെ പല ഭാഗത്തും വന്ന് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള സാധ്യത. വേറെ കാര്യം പറയാനുള്ളത്, ഈ വരുന്ന നീരിന് കാലിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. അത് ജനറലൈസ്ഡ് ആയിട്ടായിരിക്കും കൂടുതലായിട്ട് ഡെപ്പോസിറ്റ് ആകുന്നത്. അത് മുഖത്ത് ഡെപ്പോസിറ്റ് ചെയ്യാം, അത് ബാക്കി ശരീരഭാഗത്ത് ദേഹത്ത് ഡെപ്പോസിറ്റ് ആകാം, അതുപോലെ തന്നെ നമ്മുടെ കാലിലും ഡെപ്പോസിറ്റ് ആകാം. ഇങ്ങനെ ഉണ്ടാകുന്ന നീരിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോൺ പിറ്റിംഗ് ആയിട്ടുള്ള ഒരു എഡിമയാണ്. നോൺ പിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു ഭാഗത്ത്, നീരുള്ള ഭാഗത്ത്, നീരുണ്ട് എന്ന് സംശയം തോന്നുന്ന ഭാഗത്ത് നമ്മൾ അമർത്തി നോക്കിക്കഴിഞ്ഞാൽ അത് തിരിച്ച് അതേ പൊസിഷനിൽ തന്നെ സ്കിന്ന് റീബൗണ്ട് ചെയ്ത് വരുന്നു എന്നുള്ളതാണ്. അതായത് അമർത്തിയിട്ട് കൈയെടുത്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല, നോർമൽ സ്കിന്ന് ഇരിക്കുന്ന പോലെ തന്നെ തിരിച്ച് വരികയാണ്. പിന്നെ സ്കിന്ന് ചിലപ്പോൾ കുറച്ചുകൂടെ കട്ടിയായിരിക്കാം, കുറച്ചുകൂടെ കൺസിസ്റ്റൻസി കുറച്ചുകൂടെ ഹാർഡായിരിക്കാം, അങ്ങനെയൊക്കെയുള്ള വ്യത്യാസം ഉണ്ടെങ്കിലും അത് നോൺ പിറ്റിംഗ് ആണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ബാക്കിയുള്ള കേസുകളിൽ നമ്മൾ പലതും പറഞ്ഞു അല്ലേ, ഹാർട്ട് വരുന്നത് അല്ലെങ്കിൽ ലിവറിൻ്റെ വരുന്നത് അല്ലെങ്കിൽ ജനറലായിട്ട് വരുന്ന വീനസ് എഡിമ തന്നെ കുറേ നാളായിട്ട് വാട്ടർ ഡെപ്പോസിഷൻ കൊണ്ട് വരുന്നതാണെന്നുണ്ടെങ്കിൽ യൂഷ്വലി സംഭവിക്കുന്ന ഫിറ്റിംഗ് ആയിട്ടുള്ള എഡിമയാണ്. അമർത്തി കഴിഞ്ഞാൽ കുറച്ച് നേരം അതിങ്ങനെ അമർന്നകത്തോട്ടങ്ങിരിക്കും. ഓക്കെ, കൈ എടുത്താലും ആ ഒരു ഭാഗം അകത്തോട്ടങ്ങിരിക്കുക. അതിന് പല ഗ്രേഡൊക്കെ ഉണ്ട്, ഗ്രേഡ് 1, 2, 3, 4 ഒക്കെ ഉണ്ട്. എന്നാലും ബേസിക്കലി അമർത്തി കഴിഞ്ഞാൽ എന്നിട്ട് തിരിച്ച് കൈ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു അമർത്തിയ പാടവിടെ കാണും. ഓക്കെ, എങ്ങനെ ഫിറ്റിംഗ് എഡിമയിൽ ബാക്കിയുള്ള സിസ്റ്റമിക് ആയിട്ടുള്ള ഇഷ്യൂസ് കൊണ്ടാണെന്നുണ്ടെങ്കിൽ. പക്ഷേ തൈറോയിഡിൻ്റെ ഒരു ഇഷ്യൂവിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്ന ആ ഒരു എഡിമ അല്ലെങ്കിൽ നീര് ഫിറ്റിംഗ് അല്ല. കൈ അമർത്തിയിട്ട് എടുത്തു കഴിഞ്ഞാലും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും അറിയില്ല, കുറച്ചുകൂടെ കട്ടിയായിരിക്കും, കുറച്ചുകൂടെ ഹാർഡായിരിക്കും. ഓക്കെ, ഇങ്ങനെ നീര് വരാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൈറോയിഡിൻ്റെ ഫങ്ഷനിൽ വരുന്ന വ്യത്യാസം കാരണം നമുക്കറിയാം തൈറോയിഡ് എന്ന് പറയുന്നത് മെറ്റബോളിസത്തിന് വേണ്ടി ഉള്ള ഓർഗനാണ്. അപ്പോൾ അതിൽ വ്യത്യാസം വരുമ്പം നമ്മുടെ പൊതുവെയുള്ള ഫങ്ഷനിങ്ങിൽ വ്യത്യാസം വരുന്നുണ്ട്, ഫങ്ഷനിങ് കുറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാപ്പിലറീസിനകത്തെ പ്രവർത്തനം കുറയുന്നുണ്ട്. അങ്ങനെ കുറയുന്നത് കൊണ്ട് തന്നെ ഫ്ലൂയിഡ് ലീക്കേജ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ഫ്ലൂയിഡ് ഡെപ്പോസിറ്റ് ആവുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ ചില
GAGs, അതായത് ഗ്ലൈക്കോസാമിനോഗ്ലൈക്കൻസ് എന്ന് പറയുന്നൊരു സാധനം കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഡെപ്പോസിറ്റ് ആകുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ആകുന്നത് കൊണ്ട് ആ ഒരു ഭാഗത്ത് കൂടുതലായിട്ട് കട്ടി ആയിട്ടിരിക്കാനുള്ളൊരു സാധ്യതയും ഉണ്ട്. അതുകൊണ്ടാണ് ഇത് നോൺ ഫിറ്റിംഗ് ആയിട്ടുള്ളൊരു എഡിമയായിട്ട് മാറുന്നത്. തൈറോയിഡ് ഇഷ്യൂസ് വരുമ്പം നോർമലി നമ്മുടെ മെറ്റബോളിസം, അതായത് ഒരു ബേസൽ മെറ്റബോളിസം നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളെ ബാധിക്കുകയും അത് കുറയുകയും ചെയ്യുന്നു. എസ്പെഷ്യലി ഹൈപ്പോ തൈറോയിഡിസം കേസുകളിലാണ് ഇങ്ങനെ വരുന്നത്. നമുക്കറിയാം പല തരത്തിലുണ്ട്, എങ്കിൽ പോലും ബേസിക്കലി ഹൈപ്പോ തൈറോയിഡിസത്തിലാണ് നീര് വരുന്ന ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ. ഇങ്ങനെ വരുന്ന സമയത്ത് നീര് ഡെപ്പോസിറ്റ് ആവുകയും, ഇങ്ങനെ നീര് മെയിനായിട്ട് ഡെപ്പോസിറ്റ് ആകാൻ കാരണം ഇതിൻ്റെ ഫങ്ഷൻസ് കുറയുകയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഫങ്ഷൻസ് കുറയും, നമ്മുടെ കാപ്പിലറീസിൻ്റെ ഫങ്ഷൻ കുറയും, നമ്മുടെ കിഡ്നീൻ്റെ അതിൻ്റെ ഫങ്ഷൻ കുറയും. അപ്പോൾ ഫിൽട്രേഷൻ്റെ ഒരു ഇഷ്യൂ വരും, വാട്ടർ കണ്ടൻറ്റിൻ്റെ ഒരു തടങ്ങി നിൽപ്പ് കൂടുതലായിട്ടുണ്ടാകുന്ന വാട്ടർ റീറ്റൻഷൻ നമ്മുടെ ശരീരത്തിൽ കൂടുതലുണ്ടാകുന്നു. അങ്ങനെ നീര് വരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ തൈറോയിഡിൽ നിന്ന് സെക്രിയേറ്റ് ചെയ്യുന്ന ഗ്ലൈക്കോസാമിനോഗ്ലൈക്കൻസ് എന്ന് പറയുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ അവിടെ എവിടെയെങ്കിലും പോയി ഡെപ്പോസിറ്റ് ആവുകയും അത് ഫ്ലൂയിഡിൻ്റെ കൂട്ടത്തിൽ, മീൻസ് ടിഷ്യൂസിൻ്റെ കൂട്ടത്തിൽ അവിടെ ഡെപ്പോസിറ്റ് ആയിട്ട് ഇരിക്കാനും അത് ഫ്ലൂയിഡിനെ കൂടുതലായിട്ട് അബ്സോർബ് ചെയ്ത് ശരീരത്തിൽ തന്നെ വയ്ക്കാനും ഉള്ളൊരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ പ്രോട്ടീൻ്റെയും ഡെപ്പോസിഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. പിന്നെ തൈറോയിഡ് ഇഷ്യൂസ് ആണോ എന്നറിയാനായിട്ട് ക്ലിനിക്കലി കോറിലേറ്റ് ചെയ്യാൻ നേരത്തെ പറഞ്ഞത് കുറച്ച് കാര്യങ്ങളുണ്ട്. തൈറോയിഡ് ഫങ്ഷൻ കുറയുന്ന സമയത്ത് നമ്മൾക്ക് ക്ഷീണം വരും. ക്ഷീണത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ വെയിറ്റ് കൂടാനുള്ള ചാൻസും ഹൈപ്പർ തൈറോയിഡിസ് ആണെങ്കിൽ വെയിറ്റ് കുറയാനുള്ള സാധ്യതകളുണ്ട്. എസ്പെഷ്യലി ഹാഷിമോട്ടോ തൈറോയിഡിസ് ആണെങ്കിൽ ഇതിനകത്ത് ആൻറ്റിബോഡീസിൽ വ്യത്യാസം വരാം. അതിനകത്ത് ക്ഷീണം കൂടാനും നമുക്ക് കോൺസെൻട്രേഷനിൽ വ്യത്യാസം വരാനും നമുക്ക് ചൂട് അനുഭവപ്പെടാനും ഹൈപ്പോ തൈറോയിഡിസം കേസുകളിൽ തണുപ്പ് അനുഭവപ്പെടാനും ഒക്കെ ഉള്ളൊരു ചാൻസ് അതിനകത്ത് കാണുന്നുണ്ട്. ഹൈപ്പോ തൈറോയിഡിസം കേസുകളിൽ പൊതുവേ നമ്മുടെ മൂവ്മെൻറ്റ് സ്ലോ ആകുന്നു. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പയ്യെയാണ് ചെയ്യുന്നത്. മടി വരാൻ ഉള്ള സാധ്യതയുണ്ട്. കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പം ക്ഷീണിക്കാൻ ഉള്ളൊരു ടെൻഡൻസി ഉണ്ട്. വയറിലെ ദഹനം പൊതുവേ കുറയും. കോൺസ്റ്റിപ്പേഷൻ്റെ ഇഷ്യൂസ് വരാം, പീരീഡ്സിൽ ഇഷ്യൂസ് വരാം, മുടി കൊഴിച്ചിലുള്ള ഇഷ്യൂസ് വരാം. സോ ഇതൊക്കെ കോറിലേറ്റ് ചെയ്ത് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ കൺഫേം ചെയ്യാനായിട്ട് നമ്മൾ ചില ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ തൈറോയിഡിന് എന്താ ടെസ്റ്റ് ചെയ്യുന്നത്? TFT ആണ്, തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റുകളാണ്. ബേസിക്കലി നോക്കുന്നത് TSH നോക്കും, T3 നോക്കും, T4 നോക്കും. അപ്പോൾ അതിനകത്തെ വ്യതിയാനങ്ങളുണ്ടോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്തിട്ട് തൈറോയിഡ് ഇഷ്യൂസ് ഉണ്ടോ എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. നമുക്ക് അതിൻ്റെ ഒരു പടി മേളിലായിട്ട് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൈറോയിഡിന് സ്കാൻ ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും, എന്തെങ്കിലും ലംബ് ഡെവലപ്പ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും, എന്തെങ്കിലും ഗോയിറ്ററിൻ്റെ ഇഷ്യൂസ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും, എന്തെങ്കിലും നോഡ്യൂൾസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് അറിയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് CT MRI എടുത്ത് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചില കേസുകളിൽ ഈ നോഡ്യൂൾസിനെ ബയോപ്സിയും ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? തൈറോയിഡിനുള്ള മെഡിസിൻ കഴിക്കുക എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യേണ്ട കാര്യം. പിന്നെ അപ്പോഴത്തേക്ക് നമ്മുടെ ഒരു ഇഷ്യൂ കുറയാനായിട്ട് നമുക്ക് കാല് പൊക്കി വയ്ക്കാം. കാലിൻ്റെ അതുകൊണ്ട് നീരിൻ്റെ ഡെപ്പോസിഷൻ തീർച്ചയായിട്ടും കുറയും. പിന്നെ കംപ്രഷനായിട്ടുള്ള സ്റ്റോക്കിങ്സ് ഉപയോഗിക്കാം. കാല് ജസ്റ്റ് വേണമെങ്കിൽ കുറച്ച് സപ്പോർട്ട് കിട്ടാനായിട്ട് കെട്ടി വയ്ക്കാം. അതുപോലെ തന്നെ അവിടുത്തെ സ്കിന്നിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മോയ്സ്ചറൈസിങ് ലോഷനോ ഒക്കെ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ എന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, കൂടുതലായിട്ട് ഉള്ള കോംപ്ലിക്കേഷൻസ് വരാതെ ഇരിക്കാനായിട്ട്. പല സിസ്റ്റം ഓഫ് മെഡിസിനിൽ തൈറോയിഡിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഞാനൊരു ഹോമിയോപ്പതി ഡോക്ടറാണ്, അതുകൊണ്ട് തന്നെ ഹോമിയോപ്പതിയിൽ വളരെ നല്ല സ്കോപ്പുണ്ട് എന്നെനിക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും. തൈറോയിഡിന് ഹോമിയോപ്പതിയിൽ വളരെ ജെൻറ്റിലായിട്ടുള്ള വളരെ മൈൽഡായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൽ കൂടെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. എത്രയും പെട്ടെന്ന് ഞാൻ റിപ്ലൈ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഇഷ്യൂസ് ഇതാർക്കെങ്കിലും ഉണ്ട്, ഈ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. എവർക്കും നല്ലൊരു ശിവനും നേരുന്നു. നമസ്കാരം. താങ്ക് യു.